மகாத்மா என்பவனுக்காக காலடியிலே தோன்றிய சங்கராச்சாரியாரிலே இருந்து தயக்காட்டிலே தோன்றிய ஐயாவு சுவாமிகளில் இருந்து சட்டாம்பி சுவாமிகளில் இருந்து நாராயண குரு வரை Marunnadan Mahamela Exhibition and Mega Sale. Marunnadan Mahamela Exhibition and Mega Sale. വിലക്കുറവിന്റെ മഹാമേള. അതെ, നാളിതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത വിലക്കുറവുമായി
ചോക്ലേറ്റ് ചായ, ഇഞ്ചി ചായ, ഏലക്ക ചായ, ചായ, സുഹൃത്തെ, ഈ സ്റ്റാളിൽ കാണുന്ന ഏത് സാധനം എടുത്താലും ഒന്നിന്റെ വില 20 രൂപ, 30 രൂപ, 40 രൂപ, 50 രൂപ. ഈ പഞ്ചലോകമോചനം നിങ്ങളുടെ വിരലിൽ അണിഞ്ഞാൽ ഉണ്ടാകുന്നതല്ല. ഈ പഞ്ചലോകമോചനം നിങ്ങളുടെ വിരലിൽ അണിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ எத்தனை மகத்தான மகாராணிகள் இந்த நாட்டை வழிநடத்தி இருக்கிறார்கள். இங்கே மிக
மிக அழகாக அக்காமாவை பற்றி எடுத்து சொன்னார்கள். அதே போல மதுரையிலே ராணி மங்கம்மா அவர் கட்டி வைத்த சத்திரம் இன்றைக்கும் இருக்கிறது. எத்தனையோ நூற்றாண்டுகளுக்கு முன்பாக யாத்திரிகர்கள் வருகிறார்கள், இறைவனை வழிபடுவதற்கு, மதுரை மீனாட்சி அம்மனை வழிபடுவதற்கு வருகிறார்கள் என்று நினைத்த மாத்திரத்தில் வருகின்றவர்கள் சௌரியமாக தங்க வேண்டும் என்பதற்காக ஒரு மகத்தான கட்டிடத்தை இன்றைக்கு போய் பார்த்தீர்கள் என்று சொன்னாலும் கூட அது 3 மாடி கட்டடமாக இருக்கிறது. அந்த மகத்தான கட்டிடம் ரயில்வே ஸ்டேஷனுக்கு நேர் எதிரிலே இருக்கிறது. இன்றைக்கும் அதற்கு பெயர் மங்கம்மா சத்திரம் என்றுதான் பெயர். மங்கம்மா அவருடைய ஆட்சிதான் மதுரையினுடைய ஆட்சியிலேயே மிக சிறப்பான ஆட்சியாக நடைபெற்றது. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ സമീപത്ത് റെയിൽവേ സ്റ്റേഷൻ ആഭിമുഖമായി ഒരു 3 നില കെട്ടിടം മങ്കമ്മ സത്രം ആ കെട്ടിടം സത്രം നിർമ്മിച്ചത് റാണി മങ്കമ്മ എന്നതിനാൽ മധുരയിൽ വാണിരുന്ന അല്ലെങ്കിൽ മധുരയെ ഭരിച്ചിരുന്ന റാണി മങ്കമ്മ കെട്ടിപ്പടുത്തുയർത്തിയ തുടങ്ങിയ മാലിന്യങ്ങൾ മണൽപ്പുറത്തും പമ്പയിലും നിക്ഷേപിക്കരുത് എന്ന് പൊതുജനശ്രദ്ധയ്ക്ക് പമ്പ മണൽപ്പുറവും പമ്പ നദിയും പരിഷത്തിനോടനുബന്ധിച്ച് മാലിന്യ വിമുക്ത മേഖലയായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. ആയതിനാൽ കച്ചവടക്കാരും പൊതുജനങ്ങളും പ്ലാസ്റ്റിക്, പേപ്പർ, ഭക്ഷണ മാലിന്യങ്ങൾ തുടങ്ങിയവ മണൽപ്പുറത്തും നദിയിലും നിക്ഷേപിക്കുവാൻ പാടില്ല. പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിരവധി ജനങ്ങൾക്ക് കുടിവെള്ള സ്രോതസ്സായ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്ന കച്ചവടക്കാരെ കച്ചവടം പരിഷത്തിനോടനുബന്ധിച്ച് വിദ്യാധിരാജ നഗർ പരിസരവും ലഹരി വിമുക്തമായി ലഹരി വസ്തുക്കൾ കച്ചവടക്കാർ അവരവരുടെ കടയുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യ എക്സൈസ് വകുപ്പുകളുടെ പരിശോധന കച്ചവട സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഭക്ഷണ വസ്തുക്കൾ തയ്യാറാക്കുന്ന കച്ചവടക്കാർ ശുചിത്വം പാലിക്കണം. ആരോഗ്യ വകുപ്പിൽ നിന്ന് നൽകുന്ന ഹെൽത്ത് കാർഡ് പരിശോധനയ്ക്ക് നൽകേണ്ടതാണ്. പൊതുജനങ്ങളും കച്ചവടക്കാരും
പേപ്പർ, പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ കടൽപ്പുറത്തും പമ്പയിലും നിക്ഷേപിക്കരുത്. അതിനൂതന സാങ്കേതിക യന്ത്രം വെറും 30 രൂപ ഒരാൾക്ക് 30 രൂപ.